സ്ത്രീകളുടെ നേട്ടങ്ങളെ ആഘോഷിക്കാനായി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ദിവസമാണ് മാർച്ച് 8 വനിതാ ദിനം. ചരിത്രത്തിലുടനീളം സ്ത്രീകൾ നൽകിയ സംഭാവനകളെ ഓർക്കാനും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഒരു ദിനം. എന്നാൽ വനിതാ ദിനത്തിൽ മാത്രമല്ല സ്ത്രീകൾക്ക് പ്രാധാന്യവും തുല്യതയും നൽകേണ്ടത് എന്നതാണ് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിൽ പല മേഖലകളിലും തൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടും അംഗീകാരം ലഭിക്കാതെ പോയ ഒട്ടേറെ വനിതകളുണ്ട് നമ്മുടെ രാജ്യത്ത്. പല മേഖലകളും സ്ത്രീകൾക്ക് നിഷിദ്ധമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തിയിരുന്ന ഒരു മേഖലയാണ് സിനിമ. ഇന്ത്യൻ സിനിമയുടെ പിതാവായ ദാദാസാഹേബ് ഫാൽക്കെ പോലും തന്റെ ആദ്യത്തെ സിനിമയായ രാജാ ഹരിശ്ചന്ദ്രയിൽ പുരുഷനെ നായകനായി വേഷമിടിക്കാൻ നിർബന്ധിതനായതും അതുകൊണ്ടാണ്. രാജാ ഹരിശ്ചന്ദ്രയിൽ ഹരിശ്ചന്ദ്രന്റെ ഭാര്യയായി വേഷമിട്ടത് അന്ന സാലുങ്കെ എന്ന നടനായിരുന്നു. എന്നാൽ തന്റെ രണ്ടാമത്തെ സിനിമയിൽ ഫാൽക്കെ ചരിത്രം സൃഷ്ടിച്ചു. തന്റെ ആദ്യ നായികയെ ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചു. ഭസ്മാസുർ എന്ന ചിത്രത്തിൽ ദുർഗാബായി കാമത്തിനെ ഫാൽക്കെ നായികയാക്കി. അവരുടെ മകൾ കമലാബായി ഗോഖലെയെ ആദ്യത്തെ ബാലതാരമായും ഫാൽക്കെ അവതരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യത്തെ നായിക പിറന്നു. ഭസ്മാസുറിൽ പാർവതി ദേവിയെയാണ് ദുർഗാബായി അവതരിപ്പിച്ചത്. കമലാബായി മോഹിനിയായും വേഷമിട്ടു. സിനിമയിൽ അഭിനയിച്ചതിന് കനത്ത ദുരിതങ്ങളാണ് ദുർഗാബായിക്ക് നേരിടേണ്ടി വന്നത്. അവർക്കെതിരെ സമൂഹം കനത്ത ഭീഷണികൾ ഉയർത്തി. സ്വന്തം സമുദായത്തിൽ നിന്നും പുറത്താക്കി. എന്നാൽ പിന്നീട് ജനപ്രിയ നടിയായി ദുർഗാബായി മാറി. 70 വർഷത്തോളം സിനിമയിൽ സജീവമായി നിന്നു. ദുർഗാബായിയെ പോലെയുള്ള സിനിമാ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ വനിതകൾ ഇനിയുമുണ്ട് ചരിത്ര താളുകളിൽ. അവരിൽ ഒരാളാണ് സരസ്വതി ഫാൽക്കെ. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ വനിതാ എഡിറ്ററാണ് ദാദാസാഹിബ് ഫാൽക്കെയുടെ ഭാര്യ സരസ്വതി ഫാൽക്കെ. സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും നിറസാന്നിധ്യമായിരുന്നു സരസ്വതി ഫാൽക്കെ. ഫാൽക്കെയുടെ സിനിമകളിലുടനീളം സാങ്കേതിക സഹായിയായിരുന്നു സരസ്വതി ഫാൽക്കെ. തന്റെ ഭർത്താവിന്റെ സിനിമാ ജീവിതത്തിലുടനീളം വലം കൈയായി സരസ്വതി നിന്നു. ഇനിയുമുണ്ട് ഓർക്കാതെ പോയ നിരവധി സ്ത്രീരത്നങ്ങൾ. സിനിമയിൽ മാത്രമല്ല, സ്വാതന്ത്ര്യ സമരം മുതൽ രാജ്യത്തിന്റെ ഓരോ പുരോഗതിയിലും ജീവനും ജീവിതവും ഉപേക്ഷിച്ച ഒട്ടേറെ സ്ത്രീകൾ ചരിത്രത്തിന്റെ താളുകളിൽ മാഞ്ഞു പോയിട്ടുണ്ട്. ഓരോ വനിതാ ദിനം കഴിയുമ്പോഴും തങ്ങളുടെ പോരാട്ട വീര്യം കൊണ്ട് സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമുഖത്തും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തും കലാ സാംസ്കാരിക രംഗങ്ങളിലും സ്ത്രീകൾ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്.